ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി വയ്ക്കുകയാണ് കേട്ടോ. രാവിലെ അല്ല, ഒരു 6:30-7 മണിയായിട്ടുണ്ട്. സൂര്യനൊക്കെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ദേവികുളങ്ങര അമ്പലത്തിലെ പറ വരുന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും ഒരു വെപ്രാളവും എല്ലാം കൂടെ നിറഞ്ഞൊരു ദിവസമാണ്. പറ വീട്ടിൽ നിന്ന് വന്നിട്ട് പോകുന്നത് വരെ നമുക്കൊരു ടെൻഷനോ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു വെപ്രാളം പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇലയൊക്കെ വീണ് കിടക്കുന്നതൊന്ന് തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. എന്നിട്ട് വേണം നമുക്ക് അവിടെ മൊത്തം കഴുകാനായിട്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് എപ്പോൾ ഇറങ്ങും, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് അറിവ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പം നമ്മുടെ വീട്ടിൽ വരുമെന്നൊന്നും നമുക്കൊരു ഇൻഫർമേഷനൊന്നും കിട്ടാറില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചിലപ്പം നേരെ വീട്ടിൽ വരാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം രാത്രിയിലാവാം, ഉച്ചയ്ക്കാവാം, ഒന്നും അറിയാതെ. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് തളിച്ച് പൂവും സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വിളക്കൊക്കെ ഒരുക്കി വെക്കണം. അപ്പം അതിൻ്റേതായ സ്പീഡിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമുണ്ട് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. കാര്യം എൻ്റെ കല്യാണത്തിന് മുമ്പാണ് ഞാൻ പറ കൊടുത്തിട്ടുള്ളത് ഞാനുള്ളപ്പം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഡേയ്സിൽ എനിക്കിവിടെ വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ മിക്കവാറും കാണാറില്ല. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം ഇപ്പം 4-5 വർഷത്തിന് ശേഷം ഞാനിപ്പം ഈ ഒരു ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് കൊണ്ട് എനിക്ക് തന്നെ എല്ലാം ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എല്ലാം കഴുകിയൊക്കെ ഇട്ടു. അപ്പം ഈ ഒരു ഭാഗത്താണ് നമുക്ക് തളിക്കാമെന്ന് വിചാരിക്കുന്നത്, ചാണകം തളിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതൊന്നും എടുക്കാനൊന്നും പോയിട്ടില്ല, സെറ്റായിട്ടില്ല. അപ്പം എനിക്ക് കുളിച്ചിട്ട് വേണം ചാണകമൊക്കെ പോയി എടുത്തിട്ട് വരാൻ അടുത്തൊരു വീട്ടിൽ. എന്നിട്ട് തളിച്ച് സെറ്റാക്കണം. അപ്പം വെയിലൊക്കെ വന്നു തുടങ്ങി. അമ്പലത്തിൽ നിന്ന് പറ ഇറങ്ങാറായി, കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇറങ്ങിയിട്ട് എപ്പോഴാണെന്നും അറിയത്തില്ല. എന്തായാലും രാവിലെ ആവാൻ വഴിയില്ല. അവിടെ ഒരു വീട്ടിൽ പോയിട്ടേ വരുത്തോളെന്ന് ചെറുതായിട്ടൊരു ന്യൂസ് കിട്ടി. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേ ഞാനൊരു കവറും ഒക്കെ എടുത്ത് വണ്ടിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേ കൊട്ടിങ്ങനെ അടുത്ത് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കരയിലോട്ട് പറ ഇറങ്ങി തുടങ്ങി. അപ്പം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം പറ അടുക്കാറായിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞ് എന്തായാലും നേരെ പോവും, അപ്പം അത് പോയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് പറ പോകുന്നത് കണ്ടു. അപ്പം എപ്പോഴാണെന്നും അറിയത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. ഇന്ന് പിന്നെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയുള്ളത് ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടാണ് കേട്ടോ. അപ്പം എനിക്ക് രാവിലെ കുറച്ച് ജോലിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുമില്ലായിരുന്നു. എനിക്ക് ഈ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തളിച്ചിട്ടൊക്കെ വേണം അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ട്. സമയമുണ്ടെങ്കിൽ എല്ലാം കൂടെ നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതേ ചാണകമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ തന്നെ തളിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരു ചോക്ക് കൊണ്ടൊന്ന് റൗണ്ടൊന്നും വരച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു ഊഹത്തിനങ്ങ് തളിച്ചിട്ട് ലാസ്റ്റ് റൗണ്ടാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു ഷേപ്പിനങ്ങ് തുടങ്ങി, എങ്ങനെയെങ്കിലും സെറ്റാവട്ടെ എന്ന് കരുതി. ആദൂട്ടൻ ഉണർന്നിട്ടൊന്നുമില്ല. ആദൂട്ടൻ ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. എനിക്ക് അവൻ്റെ കൂടെ നിന്നേ വെക്കൂ. ഇപ്പോഴും അവൻ്റെ ആ നിർബന്ധങ്ങളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരാം. ഈ കാര്യങ്ങളെല്ലാം അമ്മയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ചെയ്യുന്ന കണ്ടിട്ടുള്ള പരിചയമേ നമുക്കിതിനെ പറ്റിയുള്ളൂ. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ച ഒരു ഓർമ്മയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഞാൻ അമ്മയെക്കൊണ്ട് ഇപ്രാവശ്യം ഒന്നും തൊടിയിച്ചില്ല, ചെയ്യാൻ സമ്മതിച്ചതുമില്ല. ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഇപ്പോഴാണ് പറ കൊടുക്കുന്നത്. കല്യാണത്തിന് മുമ്പൊക്കെ നമ്മളിതിനൊക്കെ ഇങ്ങനെ പുറമോട്ട് നിന്നതാണ്. അപ്പോൾ അമ്മ അതെടുത്തോണ്ടോ ഇതെടുത്തോണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മാറിയൊക്കെ നിൽക്കത്തേ ഉള്ളായിരുന്നു. അമ്മ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്തോ ഭയങ്കര ഒരു താല്പര്യം. അത് അങ്ങനെയാണല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണല്ലോ നമ്മുടെ നാടിൻ്റേതായ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത്.
ഇപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര താല്പര്യം വന്നത്. അങ്ങനെ ദേ നമ്മളൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെയല്ല, വലിയ കളവാണ് കേട്ടോ. അപ്പം നമുക്ക് ജീവത വെക്കാനും ഈ പീഠം വെക്കാനും ഒക്കെ ഉള്ള സ്ഥലം വേണം. പിന്നെ നമ്മുടെ ഇല, പൂവ്, വിളക്ക് ഇതെല്ലാം വെക്കാനും ഒക്കെ സ്ഥലം വേണം. അതുകൊണ്ട് നമ്മൾ വലിയ കളമാണ് വരയ്ക്കേണ്ടത്. അങ്ങനെ ദേ അതൊക്കെ വരച്ചിട്ട് ഞാനിങ്ങനെ ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് സമയം കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടങ്ങ് കേൾക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിലാണ് ഓച്ചിറ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതു, ഏട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഇറങ്ങി നമുക്ക് നേരെ ഇനി വേണ്ടി പൂമാല മേടിക്കാൻ പോകണം. അപ്പം നമ്മളെല്ലാ പ്രാവശ്യം ജീവതയ്ക്കിടാനായിട്ട് പൂമാല കൊടുക്കാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം കൊടുക്കണം. അപ്പം ഞാൻ ഓച്ചിറയിലെങ്ങും കടയില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് നേരെ കായംകുളത്ത് വന്നിട്ടാണ് പോകുന്നത്. എൻ്റെ മനസ്സ് ഇപ്പോഴും അവിടെയാണ്, വീട്ടിലാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അടുത്ത കൊട്ടങ്ങാണം വരാറായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നതും എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ, ജസ്റ്റ് മിസ്സ്. അപ്പോൾ അതേ പറ വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തെത്തി നമ്മുടെ രഘുമാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. നേരം കൊണ്ടുപോകാകുമ്പോൾ എനിക്ക് ദക്ഷിണോട്ട് നേരം 50 രൂപ
അപ്പോൾ ദേ നമുക്ക് പ്രസാദമൊക്കെ തന്നു അങ്ങോട്ട് പോയി. അപ്പം നമുക്ക് നമ്മളൊരു പൂമാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 പൂമാല ജീവിതത്തിൽ ധരിച്ചിരുന്ന 2 പൂമാല നമുക്ക് തിരിച്ചു തന്നു കേട്ടോ. അപ്പം എന്തായാലും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പറ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്തൊക്കെ വെച്ചപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചതും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റാഞ്ഞത്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ 2 പറയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഏട്ടനും അപ്പായ്ക്കും വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും 2 മാല കിട്ടിയത്. അപ്പോൾ 2 തിരുമേനിമാർ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ പറയെടുപ്പൊക്കെ നല്ല ഐശ്വര്യമായിട്ട് നടന്നു. ഇനി ഉത്സവത്തിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മുടെ 1-ാം കരയുടെ കോൽക്കുതിരയുടെ നിർമ്മാണമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആഘോഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ബായ്.